എന്തായാലും ABVP എങ്കിലും ആൻറ്റി റാഗിംഗ് അവെയർനെസ് അതിന് മുൻകൈ എടുക്കണം. അറിയാം നിങ്ങൾക്ക് പരിമിതികൾ ഉണ്ട്, വെല്ലുവിളികൾ ഉണ്ട്, പക്ഷേ അതൊക്കെ അതിജീവിച്ച് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചു. തീർച്ചയായിട്ടും അതെ. ABVP എല്ലാ വർഷവും ക്യാമ്പസുകൾ ആരംഭിക്കുന്ന അക്കാദമിക് ഇയർ ആരംഭിക്കുന്ന സമയങ്ങളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് റാഗിങ്ങിനെ പറ്റിയും അതുപോലുള്ള ക്ലാസ്സുകൾ നമ്മളുടെ പഠന ശിബിരങ്ങളിലൊക്കെ തന്നെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ശിബിരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസ് കൊടുക്കുമ്പോൾ തന്നെയും ക്യാമ്പസുകളിലുള്ള ഈ ആൻറ്റി റാഗിങ് സെല്ലുകളും കമ്മിറ്റികളും ഇതൊന്നും കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ വേദന തന്നെയാണ്. കാരണം എത്ര തന്നെ പരാതികളുമായിട്ട് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് സിദ്ധാർത്ഥൻ്റെ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ടൗണിലിറങ്ങി സുഖമായിട്ട് നടക്കുന്ന അവസ്ഥയുണ്ട്. ഈ പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പസ് തന്നെ നേരിട്ട് ഇറങ്ങുന്നു. ഈ സിദ്ധാർത്ഥൻ്റെ കേസിൽ ആകെ അതായത് ഈ അധികാരികളായിട്ടുള്ള ആകെ വൈസ് ചാൻസലർക്ക് എതിരെയും മറ്റൊരു ആൾക്കെതിരെയും മാത്രമേ പോലീസ് കേസെടുക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായിട്ടുള്ളൂ. അപ്പോൾ ഈ ആന്റി റാഗിംഗ് സെല്ലുകളും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഇതിനെ ഡീനോ അസിസ്റ്റന്റ് വാർഡനോ ഇല്ല നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതെ അതെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ വാർഡനായിട്ടുള്ള ആളും അതുപോലെ തന്നെ അവിടുത്തെ ഈ ആന്റി റാഗിംഗ് സെല്ലിന്റെ ചെയർമാനാണ് ഈ ഡീൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും ആ ഡീൻ പോലും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഈ ഡീൻ ആ ക്യാമ്പസിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. ഈ സംഭവം ഉണ്ടായിട്ട് ഏറ്റവും വൈകി പോലീസിനെ അറിയിച്ച ആളാണ്. ഈ കേസിനെ ഏറ്റവും നിരുത്സാഹപ്പെടുത്താനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആളാണ് ആ ഡീനാണ്. പക്ഷെ ആ ഡീനിനെ പ്രതിപട്ടികയിൽ ചേർത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. അപ്പം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഏറ്റവും അലംഭാവമായിട്ടുള്ള രീതിയിൽ ഉദ്യോഗസ്ഥർ സമീപനം എടുക്കുക. പക്ഷേ ഏതോ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിൻ തുമ്പത്ത് ഉള്ള ആ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി, ആ ഒരു അധ്യായം അവസാനിപ്പിക്കാൻ പോലും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആണ് നടക്കുന്നത്. നിരവധി പരാതികൾ ഉയർന്നതാണ്. ഇപ്പോഴും അവിടെ ഇടിമുറിയുണ്ട്. നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ അവിടെ പീഡിപ്പിക്കുന്നുണ്ടാവും, ഇടിക്കുന്നുണ്ടാവും. അതെ, ഇതിനകത്ത് ശക്തമായിട്ടുള്ള നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേരളത്തിൽ റാഗിംഗ് കേസുകൾ. അന്ന് നമ്മൾ നാട്ടകം പോളിയിലെ പൊലയക്കുടലുകളെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെയും ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ കേരളത്തിൽ ഇതിനാകെ ശിക്ഷിക്കപ്പെട്ടത് നേരത്തെ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേവലം കോട്ടയത്ത് നിന്നുള്ള ഒരൊറ്റ കേസിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ബാക്കി കേരളത്തിലുണ്ടായിരുന്ന റാഗിംഗ് കേസുകളെ ഒക്കെ തന്നെയും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കൃത്യമായിട്ടുള്ള നടപടി അതിനെതിരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായാൽ മാത്രമേ മറ്റൊരു വിദ്യാർത്ഥി, ഇനിയൊരു സിദ്ധാർത്ഥൻ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് കോട്ടയത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് സംഭവിച്ച പോലെ മറ്റൊരു വിദ്യാർത്ഥിക്ക് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി സമൂഹത്തിന് പറ്റുള്ളൂ.